ടാറ്റ ഗ്രൂപ്പിന്റെ മുൻ ജീവനക്കാരനും വിശ്വസ്തനുമായ 74-കാരൻ മോഹിനി മോഹൻ ദത്തയ്ക്ക് രത്തൻ ടാറ്റ വിൽപത്രത്തിൽ നീക്കിവെച്ചത് സ്വത്തിന്റെ മൂന്നിലൊന്ന്, അതായത് ഏകദേശം 650 കോടിയോളം രൂപ. ഇത്രത്തോളം രൂപ നീക്കിവെക്കാനുള്ള അടുപ്പം രത്തൻ ടാറ്റയുമായി ദത്തയ്ക്ക് ഉണ്ടായിരുന്നു എന്ന വാർത്ത ശരിക്കും കുടുംബാംഗങ്ങൾക്ക് പോലും വലിയൊരു ഷോക്കായിരുന്നു. കഴിഞ്ഞ ദിവസം വിൽപത്രം തുറന്നപ്പോഴാണ് ദത്തയുടെ പേര് പ്രാധാന്യത്തോടെ ഉൾപ്പെടുത്തിയത് മറ്റുള്ളവർ അറിഞ്ഞത്. പൊതുരംഗത്ത് അറിയപ്പെടാത്ത ദത്തയ്ക്കൊപ്പം ടാറ്റയെ അധികമാരും കണ്ടിട്ടുമില്ല. ഇതോടെ വിൽപത്രം കോടതി കയറുമെന്ന കാര്യത്തിൽ ആശങ്കയുണ്ട്. 350 കോടി രൂപയുടെ സ്ഥിര നിക്ഷേപം, പെയിന്റിങ്ങുകൾ, ആഡംബര വാച്ചുകൾ എന്നിവ ലേലം ചെയ്യുന്നതിലൂടെ ലഭിക്കുന്ന ലാഭത്തുക എന്നിവയുടെ മൂന്നിലൊന്ന് ദത്തയ്ക്ക് നൽകണമെന്നാണ് വിൽപത്രത്തിലുള്ളത്. മൂന്നിൽ 2 ഭാഗം രത്തൻ ടാറ്റയുടെ അർദ്ധ സഹോദരിമായ സിറിൻ ജീജാബോയ്, റീന ജീജാബോയ് എന്നിവർക്കാണ്. ഓഹരി നിക്ഷേപമടക്കം നല്ലൊരു ഭാഗം സ്വത്ത് സന്നദ്ധ സംഘടനകളായ ടാറ്റ എൻഡോമെന്റ് ഫൗണ്ടേഷൻ, രത്തൻ ടാറ്റ എൻഡോമെന്റ് ട്രസ്റ്റ് എന്നിവയ്ക്കാണ്. അർദ്ധ സഹോദരനും പിൻഗാമിയുമായ ടാറ്റ ട്രസ്റ്റ് ചെയർമാൻ നോയൽ ടാറ്റ അദ്ദേഹത്തിന്റെ മക്കൾ എന്നിവർക്ക് സ്വത്ത് നൽകിയിട്ടില്ല. എന്നാൽ സഹോദരൻ ജിമ്മി ടാറ്റയ്ക്ക് 50 കോടിയുടെ സ്വത്ത് നൽകിയിട്ടുണ്ട്. എന്നാൽ വിൽപത്രത്തിൽ പറഞ്ഞ മോഹിനി മോഹൻ ദത്ത അദ്ദേഹത്തിന്റെ വളർത്തുപുത്രനാണെന്നും അവകാശവാദമുണ്ട്. ജംഷേദ്പൂർ സ്വദേശിയായ മോഹിനി മോഹൻ ദത്ത ടാറ്റ ഗ്രൂപ്പിലാണ് കരിയർ തുടങ്ങുന്നത്. അദ്ദേഹം തുടങ്ങിയ സ്റ്റാലിൻ എന്ന ട്രാവൽ ഏജൻസിയെ 2013-ൽ ടാറ്റ ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസ് ഏറ്റെടുത്തു. തോമസ് കുക്ക് ഗ്രൂപ്പുമായുള്ള പങ്കാളിത്തത്തിൽ DC ട്രാവൽ സർവീസ് എന്ന സ്ഥാപനവും നടത്തിയിരുന്നു. ദത്തയുടെ 2 പെൺമക്കളിൽ ഒരാൾ ടാറ്റ ഹോട്ടൽസിലും ഒരാൾ ടാറ്റ ട്രസ്റ്റിലും ജോലി ചെയ്തിട്ടുണ്ട്. രത്തൻ ടാറ്റയ്ക്ക് 24 വയസ്സുള്ളപ്പോഴാണ് പരിചയപ്പെട്ടതെന്നും തന്റെ വളർച്ചയിൽ അദ്ദേഹത്തിന് വലിയ പങ്കുണ്ടെന്നും ദത്ത പറഞ്ഞിരുന്നു. 6 പതിറ്റാണ്ടായി അടുത്ത ബന്ധമുണ്ടെന്നും വെളിപ്പെടുത്തിയിരുന്നു. രത്തൻ ടാറ്റയുടെ വളർത്തുപുത്രനാണെന്ന് ദത്ത അവകാശപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. എന്നാൽ വിൽപത്രത്തിൽ ഇത്തരം വിവരങ്ങളില്ല.